നമസ്കാരം, ഏവർക്കും ഓ ഫാമിലേക്ക് സ്വാഗതം. ജൈവ കർഷകരെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയുടെ 2ാം എപ്പിസോഡാണ് ഇന്ന്. വ്യത്യസ്തമായ ഒരു വനിതാ കർഷകയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. കേവലം 5 സെൻറ്റിൽ താമസിക്കാനുള്ള വീടും അനുബന്ധ ഘടകങ്ങൾക്കും പുറമെ ബാക്കി വരുന്ന 2 സെൻറ്റ് സ്ഥലത്ത് മാത്രമാണ് കൃഷി ചെയ്യുന്നത് എന്നതാണ് വ്യത്യസ്തത. 2 സെൻറ്റ് ഭൂമിയിൽ തെങ്ങ്, മാവ്, വാഴ, ചെമ്മിപ്പുളി കൂടാതെ ചേമ്പ്, ചേന, കാച്ചിൽ, കപ്പ തുടങ്ങിയവയെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ വനിതാ കർഷകയെ നമുക്കേവർക്കും മാതൃകയാക്കാവുന്നതാണ്. കൃഷി അറിവുകൾ പകർന്നു തരുന്നതിനായി ശ്രീമതി പത്മയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. എൻ്റെ പേര് പത്മ. ഞാൻ ജൈവ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. എന്നെ സഹായിക്കാൻ എൻ്റെ ഭർത്താവും കുട്ടികളും എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആവശ്യമായ പച്ചക്കറികളെല്ലാം ഞങ്ങൾ വിളയിച്ചെടുക്കും. എനിക്ക് 5 സെൻറ്റാണ്. അതിനകത്ത് 3 സെൻറ്റ് ഒരു പെരയുണ്ട്. ബാക്കി സ്ഥലത്തുള്ള കൃഷി, കപ്പ എല്ലാം ഉണ്ട്. വീടുൾപ്പെടെ ഈ താമസിക്കുന്ന 5 സെൻറ്റ് വസ്തുവിൽ കിണർ, പിന്നെ എന്തെല്ലാമുണ്ട്? കിണറുണ്ട്, എനിക്ക് ഒരു ആടുണ്ട്, പിന്നെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനെയൊക്കെ മാറ്റി വെച്ചു. കോഴിയൊന്നും ഇല്ല ഇപ്പൊ. കൃഷി എന്തൊക്കെയുണ്ട്? കൃഷി പച്ചക്കറിയായിട്ട് പച്ചമുളക്, തക്കാളി, ക്യാബേജ്, പയറ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ക്യാബേജ് ഒക്കെ നിങ്ങൾ എല്ലാ കാലവും ചെയ്യാറുണ്ടോ? ഇല്ല, അത് ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയൊക്കെയാണ് അതിന്റെ ഡിസംബർ ജനുവരി വരെ ശീതകാല വിള. ശരി. പിന്നെ നിങ്ങളിപ്പോ ചെയ്യുന്ന ഏതൊക്കെ രീതിയിലുള്ള വളക്കൂട്ടുകളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? വളക്കൂട്ട് ജൈവമാണ്. അത് ചാണാപ്പൊടി, എല്ലുപൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത വളമാണ്. പിന്നെ ഇടക്ക് ചീമക്കൊന്നയുടെ ഇലയും ചാണാനും കൂടി കുഴച്ച് വെച്ചിട്ട് അതിന്റെ ദ്രാവകം ഒഴിക്കും. പച്ചക്കറി തൈകൾക്ക് പൊതയിടാറുണ്ട്. അത് ചീമക്കൊന്നയില, പച്ചിലയില എല്ലാം കൂടി ഇട്ടിട്ട് ലേശം ചാണാവെള്ളം ഒഴിച്ച്, അങ്ങനെയാകുമ്പോൾ ഈർപ്പം അതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. അതിനു വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടുന്ന് വിൽക്കാറുണ്ടോ പച്ചക്കറി? വിൽക്കാറുണ്ടല്ലേ? പയറൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ വീടുകളിൽ സ്വന്തക്കാർക്കും എല്ലാവർക്കും കൊടുക്കും. കീടബാധ ഏൽക്കാറുണ്ടോ? ഉണ്ട്. എന്നാൽ അതിന് വേപ്പെണ്ണ മിശ്രിതം, പിന്നെ അത് കോയില കഷായം, പിന്നെ കാന്താരിമുളക്, വെളുത്തുള്ളി കൂടി മിക്സ്, അതിന്റെ ചാറെടുത്തിട്ട് സ്പ്രേ ചെയ്ത് ചെയ്യും കീടങ്ങൾക്ക്. പുതിയതായിട്ട് ഒരു 10-15 കൂടെ കപ്പ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുണ്ട്, ചേന, ചേമ്പ് എല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങൾ പൂച്ചെടികൾ വളർത്തുന്നുണ്ടോ? പൂച്ചെടികൾ വളർത്തുന്നുണ്ട്. 2 സൈസ് ചെടികൾ ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട്. അതെനിക്ക് പൂക്കളുണ്ടായി നിൽക്കണം. അതിൽ ശലഭങ്ങൾ വരുമ്പോൾ പരാഗണം നടത്താനും എല്ലാം പച്ചക്കറികൾക്കും അതൊരു അനുയോജ്യമാണ്. അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അതുവഴി ഞങ്ങളുടെ ഉത്പാദനം നല്ല രീതിയിൽ വരും. പരിമിതമായ സ്ഥലസൗകര്യം പ്രയോജനപ്പെടുത്തി പച്ചക്കറി തൈകളോടൊപ്പം പൂച്ചെടികളെയും പരിലാളിച്ച് അതുവഴി ശലഭങ്ങളെയും വണ്ടുകളെയും ആകർഷിച്ച് തൻ്റെ ചെടികളിൽ നടക്കുന്ന കൂടുതൽ പരാഗണം സാധ്യമാക്കുകയും അതുവഴി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ബുദ്ധിപരമായ ദൗത്യവും പത്മ ഇവിടെ സാധ്യമാക്കുകയാണ്. തെങ്ങ്, കമുങ്ങ്, മാവ്, ചെമ്മിപ്പുളി, ഡൂപ്പുളി,
മറ്റു പച്ചക്കറി ഇനങ്ങളായ സർവ്വതും കഴിയുന്നത്ര ഭൂമിയിലും കൂടാതെ കെട്ടിടത്തിൻ്റെ മുകളിലും കിണറിൻ്റെ വക്കിലും മതിലിൻ്റെ മുകളിലും എല്ലാമായി പരിപാലിച്ച് പോരുന്ന ശ്രീമതി പത്മയെ നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. കൂടാതെ പരിമിതമായ സൗകര്യത്തിൽ ഇവിടെ വെറ്റില കൃഷി നടത്തുന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട കൃഷിയിൽ നിന്നും കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം സ്ഥലമല്ല, മനസ്സാണ് കൃഷിക്ക് ആധാരം എന്നതും വ്യക്തമായി. ഒരു മനസ്സുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ സ്ഥലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും തരിശു കിടക്കുന്ന ധാരാളം സ്ഥലങ്ങൾ ചുറ്റുവട്ടത്തുണ്ട്. ഒരു മനസ്സുണ്ടെങ്കിൽ ആ സ്ഥലമെല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ കിട്ടും. ഒപ്പം കൂട്ടായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്തടുത്ത 2-3 കുടുംബങ്ങൾ ചേർന്ന് വളരെ നന്നായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള പരിചയപ്പെടുത്തലുമായി ഞാൻ ഇനിയും വരുന്നതാണ്. ഇത്രയും നേരം നല്ല രീതിയിൽ കൃഷി അറിവുകൾ പകർന്നു തന്ന ശ്രീമതി പത്മയോടുള്ള നന്ദിയും കടപ്പാടും ഓഫാം ഇവിടെ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു കർഷകനുമായി അടുത്ത ആഴ്ച ഓഫാം എത്തുന്നതാണ്. ഏവർക്കും നമസ്കാരം.